പന്നൽ ചെടികൾ അല്ലെങ്കിൽ ഫേണുകൾ. ഇതൊരു 10,000 മുതൽ 12,000 വരെയൊക്കെ വെറൈറ്റികൾ ലോകത്തിലുണ്ട് കാണാൻ. നമുക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ തന്നെ നല്ലൊരു ശതമാനമുണ്ട്. അപ്പം അത് പ്രധാനമായിട്ട് അത് തണുപ്പും അതുപോലെ ഈർപ്പവും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ അവർക്ക് വളരാൻ ഇഷ്ടപ്പെടുന്ന തണലുകളിലാണ് അവരധികം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ആണത് പന്നൽച്ചെടികൾ വളരുക. കാട്ടിലാവാം, തോട്ടുവക്കത്താവാം, കുളങ്ങളിലാവാം, കിണറുകളിലാവാം, ഇല്ലെങ്കിൽ സൂര്യപ്രകാശം അധികം അടിക്കാത്ത മതിലുകളിലാവാം, പലതരമുണ്ട്. അപ്പം ഇതിൽ ചിലതൊക്കെ ഭക്ഷ്യയോഗ്യമാണ്. ആദിവാസികളൊക്കെ അവർക്കത് അറിയാം. സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കത് ഇന്നതാണ് ഭക്ഷ്യയോഗ്യം എന്ന് പറയാൻ നമുക്കും അതിനുള്ള അറിവില്ല. പക്ഷെ പലർക്കും അതിനെപ്പറ്റി അറിയാം. അവരുടെ പല തോരനായിട്ടും അങ്ങനെയായിട്ടും അവർ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ തളിരുകൾ പലതും. അങ്ങനെ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഓക്സിജൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വീട്ടിൽ പിന്നെ അതിലുള്ള വൈവിധ്യങ്ങൾ വളരെയധികം വൈവിധ്യമാണ്. വലിയ ഇല മുതൽ വളരെ ചെറിയ ഇലകൾ, അതിനൊരു നല്ലൊരു ആസ്വദിക്കാൻ പറ്റുന്നൊരു വർഗ്ഗമാണ് പന്നൽച്ചെടികൾ. അതിലെ വൈവിധ്യം തന്നെയാണ്, ഈ നമ്പർ തന്നെയാണല്ലോ അതിൻ്റെ പ്രധാനം. അപ്പോൾ അതൊക്കെ വീടുകളിൽ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്നതുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു അലങ്കാരച്ചെടിയായിട്ട് നമുക്ക് തന്നെ വളർത്താം. അപ്പം നമ്മുടെ ആ ഭവനത്തിന് നല്ലൊരു കുളിർമയും നല്ലൊരു കാഴ്ചയുണ്ടാവും, മാനസിക സുഖവും കിട്ടും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ജൈവവൈവിധ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ പന്നൽച്ചെടികൾ. ഇതൊരിക്കലും പുഷ്പിക്കില്ല. അങ്ങനെയാണ്. പറ്റാവുന്നിടത്തോളമൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ വീടിനൊരു അലങ്കാരമാണ്, മനസ്സിനൊരു സുഖവും കിട്ടും.